ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഫിസിക്സ് പാർട്ട് 3 ആണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം, വൈദ്യുതകാന്തിക സ്വഭാവം അതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. അതല്ലാതെ നിറങ്ങൾ, പ്രതിഫലനം, റിഫ്രാക്ഷൻ എല്ലാത്തിനെക്കുറിച്ചും ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യം പ്രകാശം ഐസക് ന്യൂട്ടൺ പറഞ്ഞു അത് കണികകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ കടുകുമണി പോലുള്ള കണികകളായിട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. അപ്പോൾ അങ്ങനെയല്ല, പ്രകാശം കണികകളായിട്ടല്ല തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഹേഗൻസ്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രകാശം കണികാരൂപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. പ്രകാശം തരംഗരൂപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞതാണ് ക്രിസ്റ്റ്യൻ ഹേഗൻസ്. തരംഗരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ഇങ്ങനെ വേവ് പോലെ വരുന്ന ഇതാണ് തരംഗ സിദ്ധാന്തം. വൈദ്യുതികാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ഇനി ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ഏറ്റവും കുറവ് വേഗത ഡയമണ്ടിലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണ്? ശൂന്യതയിലാണ്. അതിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേസമയം അതിന് ഏറ്റവും വേഗത കുറവ് വന്നിട്ട് ഡയമണ്ടിലാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താനെടുക്കുന്ന സമയം 500 സെക്കൻഡാണ്. എത്രയാണ്? 500 സെക്കൻഡ്. അപ്പോൾ അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം വെച്ചാൽ എന്ത് ചെയ്യണം? 500നെ 60 കൊണ്ട് ഹരിക്കുക. 8 മിനിറ്റും 20 സെക്കൻഡും 848 450 പ്ലസ് 20 സെക്കൻഡ്, മൊത്തം 500 സെക്കൻഡ്. അതായത് 8 മിനിറ്റ് 20 സെക്കൻഡ്. നിങ്ങൾ 500 സെക്കൻഡ് എന്ന് ആലോചിച്ച് വയ്ക്കുക. അതാണ് ഈസി. അപ്പോൾ PSC എക്സാമിന് മറ്റേ മിനിറ്റ് ചോദിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് 60 കൊണ്ട് ഹരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ടുള്ള പണി. കാരണം 500 പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. പിന്നെ നമ്മൾ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സാങ്കല്പിക കണികകളാണ് ടാക്യോൺസ് എന്നത്. എന്താണ്? ടാക്കിയോണുകൾ. പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സാങ്കല്പിക കണികളാണ് ടാക്കിയോണുകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചു നോക്കാം. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം പറഞ്ഞത് ക്രിസ്റ്റ്യൻ ഹേഗൻസ് ആണ്. വൈദ്യുതികാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശം വൈദ്യുതികാന്തിക തരംഗമാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താനെടുക്കുന്ന സമയം 500 സെക്കൻഡ് അഥവാ 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഡയമണ്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്രകാശം ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സാങ്കല്പിക കണികകളാണ്. യഥാർത്ഥത്തിലുള്ളവയല്ല, സാങ്കല്പിക കണികകളാണ് ടാക്കിയോണുകൾ എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഫിസിക്സിൽ ഒരു ശാസ്ത്രശാഖയുണ്ട്. അതിന്റെ പേരാണ് ഒപ്റ്റിക്സ്. എന്താണ്? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഫിസിക്സിൽ ഒരു ശാസ്ത്ര ശാഖയുണ്ട്. അതിന്റെ പേരാണ് ഒപ്റ്റിക്സ്. അന്താരാഷ്ട്ര പ്രകാശ വർഷം അത് 2015 ആണ്. എഴുതാം, 2015 ആണ് അന്താരാഷ്ട്ര പ്രകാശ വർഷം. ഓക്കെ. അപ്പോൾ ഇത്രയുള്ളത് ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. വസ്തുക്കളിൽ പ്രകാശം തട്ടി അവ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. നമ്മളൊരു വസ്തു എടുക്കുകയാണ്, അതിലേക്ക് പ്രകാശം ഇങ്ങനെ തട്ടി ദെൻ തിരിച്ചു വരുന്നു. ഈ ഒരു പ്രക്രിയയാണ് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ റിഫ്ലക്ഷന് വേണ്ടി നമ്മൾ മെഷർ ചെയ്യുന്ന കോണുകൾ എങ്ങനെയാണ് എടുക്കുക വെച്ചാൽ, നമ്മൾ പ്രകാശം പതിക്കുന്ന വസ്തുവിൽ നിന്നും പ്രകാശം പതിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ലംബം വരയ്ക്കുന്നു. അതായത് പ്രകാശം പതിക്കുന്ന പോയിന്റിലേക്ക് ഒരു ലംബം പ്രകാശം പതിക്കുന്ന വസ്തുവിലേക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ഈ ലംബവും പ്രകാശത്തിൻ്റെ ആംഗിളും അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും ഇങ്ങനെയാണ് എടുക്കുക. ഈ ലംബത്തിൽ നിന്നുമാണ് നമ്മൾ പ്രകാശരശ്മിയുടെയും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശരശ്മിയുടെയും കോണളവുകൾ എടുക്കുക. ഈ ലംബത്തിൽ നിന്നുമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഇൻസിഡൻറ്റ് ചെയ്ത റേയുടെ, അതായത് പതിക്കുന്ന പ്രകാശരശ്മിയുടെ കോണളവ് എന്ന് പറയുന്നത് I ആയിട്ടാണ് എടുക്കുക, ഇൻസിഡൻറ്റ് റേ. അതുകൊണ്ടാണ് I. അതുപോലെ തിരിച്ചു വരുന്ന റേ, റിഫ്ലക്റ്റ് ചെയ്യുന്ന റേയുടെ കോണളവ് എന്ന് പറയുന്നത് r ആയിട്ടാണ് എടുക്കുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് അപവർത്തനം, റിഫ്രാക്ഷൻ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ പ്രതിഫലനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്
പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാരണമാണ്, അതായത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഏറ്റിട്ട് പെട്ടെന്ന് തന്നെ മഞ്ഞ് ഉരുകാൻ നിൽക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ മഞ്ഞുകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞുകൾ പെട്ടെന്ന് ഉരുകില്ല. പ്രതിഫലനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് എന്നുള്ളത്. ഓക്കെ, പെരിസ്കോപ്പ് എഴുതിയേക്കാം. അടുത്തത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. പ്രകാശം സാന്ദ്രത വ്യത്യസ്തമായ, ഇത് കണ്ടത് വെള്ളമാണ്, ഇത് എയറാണ്. പ്രകാശ സാന്ദ്രത വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അവയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. വരയ്ക്കാം. ഇതൊരു വെള്ളമാണ്. പതിക്കുന്ന രശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ ഇങ്ങനെ പതിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു ലംബം വരയ്ക്കും, ആ ലംബത്തിൽ നിന്നുമാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഐ, ഇൻസിഡന്റ് റേ. ഇത് റിഫ്രാക്ഷൻ ചെയ്ത റേ, ആർ. ക്ലിയർ ആണല്ലോ. അതായത് പ്രകാശ സാന്ദ്രത വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അവയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു വസ്തുവിൽ കൂടി പ്രകാശം പോകേണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ മാധ്യമം മാറുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും. ഈ വ്യതിയാനമാണ് എന്ത് പറയുന്നത്, അപവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ മെഷർ ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാണ്, ഈ ലംബത്തിൽ നിന്നുമാണ് നമ്മൾ മെഷർ ചെയ്യുക. നമ്മളൊരു ഗ്ലാസ്സിലൊരു നാണയം വെക്കുക. ഈ ഗ്ലാസ്സിൽ നാണയം നമുക്ക് സാധാരണ നോക്കുമ്പോൾ കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം വീഴ്ത്തിയാൽ ഇത് കാണാൻ പറ്റും. ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് അപവർത്തനം മൂലമാണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം, അതുപോലെ മരീചികൾ അറിയാലോ, മിറാഷ് എന്ന് പറയുന്ന മരീചികൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തിന് കാരണമെല്ലാം അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഫാറ്റ മോർഗാന എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അത് മരീചികയുമായി ബന്ധപ്പെട്ടാണ്. അപവർത്തനം കൊണ്ടുണ്ടാകുന്ന സാധാരണ പ്രതിഭാസങ്ങളാണ് ഒന്ന് മരീചിക, അതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ നാണയം സാധാരണ വെക്കുകയാണ്. അത് സാധാരണ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അതിലേക്ക് ഒരു വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അത് അപവർത്തനത്തിന് ഉദാഹരണമാണ്. അതുപോലെ നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം, ഇതൊക്കെ ഉണ്ടാകുന്നത് റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസം മൂലമാണ്. ഇനി സ്നെൽസ് നിയമം അല്ലെങ്കിൽ സ്നെൽസ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, പ്രകാശം ഡിഫറെൻ്റ് സാന്ദ്രതയുള്ള മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയുടെ സഞ്ചാരപാതയ്ക്ക് മാറ്റം വരും. ഈ ഒരു സമയത്ത് അവയുടെ ഇൻസിഡൻറ്റ് റേ, അതായത് ഇൻസിഡൻറ്റ് കോണ്, പതനക്കോണിൻ്റെയും പ്രകാശം പതിക്കുന്ന രശ്മിയുടെ കോണും, അതുപോലെ അപവർത്തനം നടന്നിട്ടുള്ള റിഫ്രാക്ഷൻ നടത്തിയിട്ടുള്ള കോണിൻ്റെയും സെയിൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രകാശം മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഇൻസിഡൻറ്റ് റേയുടെ ആംഗിളും, അതുപോലെ ആംഗിളിൻ്റെ സെയിൻ വിലയും, അതുപോലെ രണ്ടാമത്തെ മാധ്യമത്തിൽ അതിൻ്റെ അപവർത്തനം നടക്കും. ആ അപവർത്തന ആംഗിളിൻ്റെ സെയിൻ വിലയും തമ്മിലുള്ള റേഷ്യോ അതൊരു സ്ഥിരസംഖ്യയായിരിക്കും. ആ സ്ഥിരസംഖ്യനെ പറയുന്ന പേരാണ് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താ പറയുക, അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ സെയിൻ ഐ ആണ് ഇൻസിഡൻറ്റ് ആംഗിളിൻ്റെ, ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ. ഈ സെയിൻ ഐ ബൈ ആർ എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ ചെയ്ത റേയുടെ ആംഗിൾ. അപ്പോൾ സെയിൻ ഐ ബൈ സെയിൻ ആർ ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിനെ എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ മലയാള പദമാണ് അപവർത്തനാങ്കം. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കമാണ് ആപേക്ഷിക അപവർത്തനാങ്കം, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാധ്യമത്തെ അപേക്ഷിച്ച് മറ്റൊരു മാധ്യമത്തിലേക്കുള്ള അപവർത്തനാങ്കമാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി കേവല അപവർത്തനാങ്കം, ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളൊരു ശൂന്യതയെ അപേക്ഷിച്ചാണ് മെഷർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതാണ് കേവല അപവർത്തനാങ്കം. നമ്മൾ ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മറ്റൊരു മാധ്യമത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് അത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആക്കുന്നത്. ഇനി രണ്ടാമത്തെ മാധ്യമം നമ്മൾ ശൂന്യതയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനിയാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ത് പറയാം,
ഒരു പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അപവർത്തനം ആവാതെ തിരിച്ച് ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. നമുക്ക് നോക്കാം. നമ്മളൊരു പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം വരയ്ക്കുന്നത്. ഇതാണ് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം. ഇത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. അപ്പോൾ നമ്മൾ പ്രകാശം ഇങ്ങനെ വരുന്നു. സാധാരണ എന്ത് സംഭവിക്കും? അപവർത്തനം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിന് ശേഷം എന്ത് സംഭവിക്കും? പിന്നെ അത് അപവർത്തനം നടക്കില്ല. പിന്നെ എന്താ സംഭവിക്കുക? അത് റിഫ്ലക്ഷനാണ് നടക്കുക. പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ഒരു പ്രത്യേക ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ പ്രകാശം പിന്നീട് അപവർത്തനത്തിന് വിധേയമാകാതെ പൂർണ്ണമായും തിരിച്ച് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തന്നെ തിരിച്ചു വരും. അതായത് ഒരു പ്രത്യേക കോണിന് ശേഷം നമ്മൾ പ്രകാശരശ്മിയെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പതിപ്പിച്ചാൽ അത് അപവർത്തനത്തിന് വിധേയമാകാതെ തിരിച്ച് ഫുള്ളായിട്ട് ഇൻറ്റേർണലായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു വരും. ഈ പ്രതിഭാസമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ഒരു പ്രത്യേക കോണിന് ശേഷം റേസിനെ പതിപ്പിക്കുമ്പോൾ അവ അപവർത്തനത്തിന് വിധേയമാകാതെ പൂർണ്ണമായും റിഫ്ലക്ഷന് വിധേയമാകും. പിന്നീട് അവ ഒരിക്കലും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലയിച്ചു പോകില്ല. ആ ഒരു പ്രതിഭാസമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രത്യേക ആംഗിൾ, ഏത് ആംഗിളിന് ശേഷമാണോ ഈ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് അതിനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പറയാം. അതായത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഒരു പ്രത്യേക കോണിൽ അടിക്കുമ്പോൾ ആ രശ്മികൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകും. ആ ഒരു പ്രത്യേക ആംഗിളിന് ആണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഏത് സമയത്ത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിന് ശേഷമാണോ ഈ പ്രകാശം ഫുള്ളായിട്ട് ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നത് ആ ഒരു കോണിനെയാണ് എന്ത് പറയുക? ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത്. ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നത് തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. ഞാൻ വീണ്ടും വേണമെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ രണ്ട് മാധ്യമം, ഇത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമം, ഇത് കൂടിയ മാധ്യമം. അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ഒരു പ്രത്യേക ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ചെറുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ബാക്കിയെല്ലാം പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലൂടെ പോകും. ഇവിടെ ക്രിറ്റിക്കൽ കോണിലല്ല. ഇനി ക്രിറ്റിക്കൽ കോണിലാകുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിറ്റിക്കൽ ആംഗിൾ ആകുമ്പോൾ കുറച്ചെണ്ണം റിഫ്ലക്റ്റ് ചെയ്യും, വേറത് സർഫസിൽ കൂടെ വരും. ഇനി ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാലോ പൂർണ്ണമായിട്ടും റിഫ്ലക്ഷനെ നടക്കുള്ളൂ. ഇതാണ് ഇതിൽ പറയുന്നത്. ഇത് ക്രിറ്റിക്കൽ ആംഗിൾ അല്ലാതെ സ്മോൾ ആംഗിളിൽ ഇത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ. ഈ തീറ്റ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ, ഇത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ് പ്രകാശം പതിപ്പിക്കുന്നത് വെച്ചാൽ അവ അപവർത്തനത്തിന് വിധേയമാകും. അതേസമയം ഒരു പ്രത്യേക ആംഗിൾ ക്രിറ്റിക്കൽ ആംഗിളിലെത്തുമ്പോൾ പ്രകാശം അപവർത്തനത്തിന് വിധേയമാവില്ല. പ്രകാശം ഒരു പ്രത്യേക ആംഗിൾ, അതായത് ക്രിറ്റിക്കൽ ആംഗിൾ ആകുന്ന സമയത്ത് പ്രകാശം അപവർത്തനത്തിന് വിധേയമാവില്ല. പിന്നെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ മേലെയാകുമ്പോൾ പൂർണ്ണമായും ആന്തരിക പ്രതിഫലനം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വജ്രത്തിൻ്റെ തിളക്കവും വെള്ള കുമിളയുടെ തിളക്കവും ഇതിന് ഉദാഹരണമാണ്. പിന്നെയുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ എല്ലാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ച വ്യക്തിയാണ് നരീന്ദർ സിംഗ് കബാനി. ആരാണ്? നരീന്ദർ സിംഗ് കബാനി. അപ്പോൾ വജ്രത്തിൻ്റെ തിളക്കം, വെള്ളക്കുമിളയുടെ തിളക്കം, പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, ഈ മൂന്ന് കാര്യങ്ങളിലാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് പ്രകാശ പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. എന്താണ് പ്രകാശ പ്രകീർണനം? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ.
ഐസക് ന്യൂട്ടനാണ് ഇത് കണ്ടെത്തിയത്. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ. ഇപ്പോൾ നമുക്കൊരു പ്രിസം വരയ്ക്കാം. ആ പ്രിസത്തിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു പ്രിസം വരയ്ക്കുന്നു, നമ്മുടെ പ്രകാശരശ്മി എത്തുന്നു. പ്രകാശരശ്മി എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയാണ്. അപ്പോൾ റെഡ് എവിടെ ആയിരിക്കും വരിക? റെഡ് വന്നിട്ട് മേലെ ആയിരിക്കും. താഴെ ഏതായിരിക്കും? വയലറ്റ് അല്ലെങ്കിൽ വയലറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഏതാണ്? വിബ്ജിയോർ എന്നുള്ള തത്വമാണ് വരിക. ഈ റെഡിന് തരംഗ ആവൃത്തി കൂടുതലാണ്, അതായത് വേവ് ലെങ്ത് കൂടുതലാണ്. വീന് തരംഗ ദൈർഘ്യം, അതായത് വേവ് ലെങ്ത് കുറവാണ്, പക്ഷെ ആവൃത്തി കൂടുതലാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ C=ന്യൂ ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ന്യൂ പറയുന്നത് ഫ്രീക്വൻസിയും ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തുമാണ്. സി പറയുന്നത് വേഗതയാണ്. അപ്പോൾ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പ്രകാശത്തിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും ഒരുമിച്ച് ഒരേ പ്രകാശമാണ്. അപ്പോൾ ഫ്രീക്വൻസി കമ്മിയായ ഒരു വർണ്ണത്തിന് എന്തായിരിക്കും? വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ വേവ് ലെങ്ത് കുറവായ ഒരു നിറത്തിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇത് രണ്ടും ഉൾട്ടിയായിരിക്കും. കാരണം വേഗത കോൺസ്റ്റൻ്റ് ആയി വെക്കണം വെച്ചാൽ ഇവിടെ കൂടിയാൽ ന്യൂ കൂടിയാൽ ലാംഡ കുറവാണ്, ന്യൂ കുറവായ ലാംഡ കൂടണം, എന്നാലേ സി കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഒന്ന്. രണ്ടാമത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളിങ്ങനെ അപവർത്തനം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രകാശം ഡിഫറെൻറ്റ് മാധ്യമത്തിലൂടെ പോകുന്ന സമയത്ത് പ്രകാശത്തിൻ്റെ ആംഗിള് മാറുന്ന ഇൻസിഡൻ്റ് ഉണ്ട് അല്ലോ. ആ ഒരു പ്രതിഭാസത്തിൽ എന്താ സംഭവിക്കുക? പ്രകാശത്തിന് വേഗത കമ്മിയാവും. പ്രകാശത്തിൻ്റെ അപവർത്തന സമയത്ത് പ്രകാശത്തിൻ്റെ വേഗത മാറും, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ അത് അവിടെ പറയാൻ വിട്ടുപോയതാണ്, ഒന്നും കൂടി പറയുന്നത്. അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം നടക്കുമ്പോൾ അതിൻ്റെ കോണളവിലുള്ള വ്യത്യാസം, അതിൻ്റെ പാതയിലേക്ക് വരുന്ന വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസമാകുന്നു, പക്ഷേ എപ്പോഴും ആവൃത്തി കൂടുതലായിരിക്കും. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന് വേഗത കമ്മിയാവുകയും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന് വേഗത കൂടുതലും ആയിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അവയ്ക്ക് പ്രകാശത്തിന് ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ഇത് കണ്ടെത്തിയ ഐസക് ന്യൂട്ടനാണ് പറഞ്ഞു. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസമാണ് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് റെഡ് ആയിരിക്കും ഏറ്റവും മേലെ, വയലറ്റ് ഏറ്റവും താഴെയായിരിക്കും. മഴവില്ലിനും ചോദിക്കാം, മഴവില്ലിൽ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പ്. അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കാം. അതായത് നമ്മളൊരു ട്രാഫിക് ജാമിൽ സിഗ്നൽ, അതിൽ എപ്പോഴും ചുവപ്പ് മേലെയായിരിക്കും. എന്തിനാണ് ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് മേലെ വയ്ക്കുന്നത്? കാരണം ദൂരത്തുള്ള ഒരു വ്യക്തിക്കും ചുവപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചുവപ്പ് ഏറ്റവും മേലെ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണുന്ന നിറം ചുവപ്പായിരിക്കും. നമ്മുടെ റോഡ് സിഗ്നൽ പോലെ അതിൽ മുകളിൽ കാണുന്ന നിറം ചുവപ്പായിരിക്കും. ഏറ്റവും താഴെ കാണുന്നത് വിബ്ജിയോറിലെ വയലറ്റ് ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തത് മഴവില്ലിൻ്റെ മധ്യഭാഗത്തുള്ള നിറം ഏതായിരിക്കും? അത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ജി ആണ് വരുന്നത്, ഗ്രീൻ ആയിരിക്കും മധ്യഭാഗത്തെ നിറം. ഇനി ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ നമ്മുടെ മഴവില്ലിൻ്റെ നിറം എന്തായിരിക്കും? മഴവില്ലിൻ്റെ റൗണ്ട് ഷേപ്പ് എന്തായിരിക്കും? അത് റൗണ്ടാണ്. നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ ഹാഫേ കാണുള്ളൂ, പക്ഷേ ബഹിരാകാശത്തെത്തിയാൽ അത് ഫുള്ള് റൗണ്ട് ആയിരിക്കും. പിന്നെ മഴവില്ലുണ്ടാകുമ്പോൾ അത് ഏത് ഭാഗത്തായിരിക്കും? എപ്പോഴും സൂര്യൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മഴത്തുള്ളികളിൽ പ്രകാശം കടന്ന് അതിനുശേഷം അതിന് ആന്തരിക പ്രതിഫലനം, പ്രകീർണം എന്നിങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നടത്തിയിട്ടാണ് മഴവില്ലുണ്ടാകുന്നത്. ഞാൻ ഒന്ന് പറയാം. സൂര്യൻ്റെ ഓപ്പോസിറ്റുള്ള ജലകണികകളിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പ്രകീർണനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, അപവർത്തനം എന്നിങ്ങനെ പ്രതിഭാസങ്ങൾ മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. രാവിലെ മഴവില്ല് രൂപപ്പെടുന്ന ദിശ ഏതായിരിക്കും? രാവിലെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുക, അപ്പോൾ മഴവില്ലുണ്ടാവുക പടിഞ്ഞാറായിരിക്കും. ഇനി വൈകിട്ട് എങ്ങനെയായിരിക്കും? വൈകിട്ട് നേരെ തിരിച്ചായിരിക്കും. അതായത് സൂര്യൻ പടിഞ്ഞാറാണ് അസ്തമിക്കുക, അപ്പോൾ മഴവില്ലുണ്ടാവുക കിഴക്കായിരിക്കും. അടുത്തതാണ് നിറങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രകാശം അത് ഇങ്ങനെ ഘടകവർണ്ണങ്ങളായി നമ്മളൊരു പ്രസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി വേർതിരിക്കും. നമ്മൾ നിറങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിഫലിക്കുന്നതോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്നതുമായ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ടാണ് നമ്മൾ കാണുന്ന നിറങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്നതോ അല്ലെങ്കിൽ അവ പ്രക്ഷേപണം ചെയ്യുന്നതുമായിട്ടുള്ള തരംഗദൈർഘ്യം, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യമാണ് നമ്മൾ നിറങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ കാണുന്ന പ്രകാശത്തിൻ്റെ ദൃശ്യ സ്പെക്ട്രം എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യ സ്പെക്ട്രം എന്ന് പറയുന്നത് 400 മുതൽ 700 വരെയുള്ള നാനോമീറ്റർ ലെങ്ത്താണ്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മുടെ ദൃശ്യപ്രകാശത്തിൽ എന്തൊക്കെ കളറാണുള്ളത്?
വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോറാണ് കാണുക. ഇതെല്ലാം കൂടിയിട്ടാണ് വെളുത്ത പ്രകാശം, അതായത് ധവളപ്രകാശം കാണുന്നത് നമ്മൾ. വയലറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം. അതേസമയം ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം ഏതായിരിക്കും? റെഡ്. വയലറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റെഡ് ഉണ്ടാവുക. റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വയലറ്റ് ഉണ്ടാവുക. അപ്പോൾ വയലറ്റിന് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവർത്തി കൂടിയത് ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. അതുപോലെ ചുവന്ന കളറിനാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടുതൽ. അപ്പോൾ ഏറ്റവും ആവർത്തി കുറവുള്ള കളർ ഏതായിരിക്കും? അത് ചുവപ്പായിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ദൃശ്യ സ്പെക്ട്രം അല്ലാത്ത വേറെയും സ്പെക്ട്രം ഉണ്ട്. അതായത് അൾട്രാവയലറ്റ് തരംഗങ്ങളുണ്ട്, ഇൻഫ്രാറെഡ് തരംഗങ്ങളുണ്ട്. അൾട്രാവയലറ്റ് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വയലറ്റിൻ്റെ താഴെയായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മളൊരു ഇതെടുക്കണം, തരംഗദൈർഘ്യത്തിൻ്റെ അതിലൊരു പ്ലോട്ട് വരയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ വയലറ്റ്, റെഡ് വരെ വരും. ഇത് ഇൻഫ്രാറെഡ്, ഇത് അൾട്രാവയലറ്റ്. ഓക്കെ ആണല്ലോ. ഇവിടേക്ക് പോകുമ്പോഴും തരംഗദൈർഘ്യം കൂടും, ഇവിടെ വരുമ്പോൾ തരംഗദൈർഘ്യം കമ്മിയായിരിക്കും, ഇവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ഇവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി അടുത്തത്, നമുക്ക് രണ്ട് തരം കളറാണുള്ളത്. ഒന്ന് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഈ കളറുകളെ നമുക്ക് മറ്റു കളറുകൾ വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വേറെ കളറുകൾ ഉണ്ടാക്കാം. അവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ തൃതീയ വർണ്ണങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം. സിയാൻ എന്ന് പറയുന്നത് പച്ചയും നീലയും കലർന്നാലാണ് സിയാൻ എന്ന കളർ ഉണ്ടാകുന്നത്. മജന്ത എന്ന് പറയുന്നത് ചുവപ്പും നീലയും കലർന്നാലാണ്. മഞ്ഞ എന്ന് പറയുന്നത് പച്ചയും ചുവപ്പും കലർന്നാണ്. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്താണ്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു വർണ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കളറുകളെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സിയാൻ. സിയാൻ എങ്ങനെ ഉണ്ടാക്കുക? പച്ചയും നീലയും കലർന്നാൽ സിയാൻ നമുക്ക് ലഭിക്കും. മജന്ത എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പും നീലയും ചേർത്താലാണ് മജന്ത നമുക്ക് ലഭിക്കുക. ഇനി മഞ്ഞ കളർ എങ്ങനെ നമുക്ക് ലഭിക്കുക? പച്ചയും ചുവപ്പും ചേർന്നാണ് മഞ്ഞ കളർ ലഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.